വിശ്വാസികളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ നാം നമ്മുടെ ചില പെരുമാറ്റ രീതികൾ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് എന്നുള്ള കാര്യം നാം വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ചില സ്വഭാവ രീതികൾ, ചില പെരുമാറ്റ രീതികൾ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിച്ചാൽ അത് നമ്മുടെ അന്തസ്സിനെ തകർത്തു കളയും എന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആളുകൾ തങ്ങളുടെ വേദനകളും ജയപരാജയങ്ങളും പെട്ടെന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നതും പെട്ടെന്ന് ഇവയൊക്കെയും പങ്കുവെക്കുവാൻ സൗകര്യമുള്ളതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ദൈവജനം ഇവരിൽ നിന്ന് എല്ലാം വ്യത്യസ്തരായിരിക്കണം എന്ന് ദൈവവചനം ആഗ്രഹിക്കുന്നു. ഞാൻ തുടർന്ന് പറയുവാൻ പോകുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിത സാക്ഷ്യവും സാക്ഷ്യത്തിൻ്റെ അന്തസ്സത്തും കാത്തു സൂക്ഷിക്കുവാൻ നമ്മെ സഹായിക്കും. ഒന്നാമതായിട്ട്, പൊതു ഇടങ്ങളിൽ വെച്ച് ദൈവജനം കോപിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കോപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ചോദ്യചിഹ്നമാകും. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ശത്രു പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുക്കുന്നതിൽ കൂടെയാണ്. ശത്രുവിന് നമ്മുടെ അന്തസ്സിനെയോ നമ്മുടെ സാക്ഷ്യത്തെയോ അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയത്തില്ല. പിന്നെ ശത്രു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അവന് കൊടുക്കുന്നതായ അവസരങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ പലപ്പോഴും നാം പെട്ടെന്ന് കോപിക്കുന്നതിന് വേണ്ടി അതിനുള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ശത്രു സൃഷ്ടിക്കും. നിങ്ങൾ കോപിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യത്തിന് അത് കോട്ടം വരുത്തുകയും മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കുള്ളതായ സ്വീകാര്യതയെ അത് കുറയ്ക്കുകയും ചെയ്യുമെന്ന് ഓർക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠനെന്നാണ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അപമാനമേൽക്കേണ്ടതായിട്ട് വരുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ ഏൽക്കപ്പെടുന്നതായ സാഹചര്യത്തിൽ എല്ലാ അപമാനത്തിനും പെട്ടെന്ന് മറുപടി പറയേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കുക. വിശേഷിച്ച് മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുന്നതായ സമയത്ത് എടുത്തു ചാടി കോപിച്ച് മറുപടികൾ പറയാതിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തിന് മുമ്പ് അവനെ കുറ്റാരോപിതനായി ലോകം അവനെ കളിയാക്കി അവനെ വളരെയധികം നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ നിന്ദിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ഇരുന്നവനായിരുന്നു. എന്നാൽ ഈ സമയത്തൊക്കെയും കർത്താവായ യേശു ക്രിസ്തു മൗനം പാലിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇത്തരത്തിലുള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ നാം ആത്മനിയന്ത്രണമുള്ളവരായി ശത്രുവിൻ്റെ മേൽ ജയം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലാതെ എടുത്തു ചാടി പെട്ടെന്ന് പ്രകോപിതനായി കോപിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വിശ്വാസികളുടെ ഇടയിലും ദൈവമക്കളുടെ ഇടയിലും ഉണ്ടാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നു. ഒന്നോർക്കുക, നമ്മുടെ കോപത്തിന് പ്രശ്നത്തെ വഷളാക്കുവാനേ കഴിയത്തുള്ളൂ, അല്ലാതെ പ്രശ്നത്തെ ശമിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ശത്രു നമ്മുടെ കോപത്തെ തന്നെ നമുക്ക് വിരോധമായി ഒരു ആയുധമായിട്ട് അവൻ ഉപയോഗിക്കുകയും അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ ദേശത്ത് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയും
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സിന് കോട്ടം ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മെ പ്രൊവോക്ക് ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വളരെ കരുതലോടുകൂടെ വേണം പെരുമാറുവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പൊതു ഇടങ്ങളിൽ വെച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ദൈവജനം പെട്ടെന്ന് കോപിക്കുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സിനെയും നമ്മുടെ സാക്ഷ്യത്തെയും നമ്മുടെ സ്വീകാര്യതയെയും ബാധിക്കുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. രണ്ടാമത് ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നിലപാടുകളിൽ വീഴ്ചകൾ വരുത്തുവാനിടയാകരുത് പൊതുജനത്തിൻ്റെ മുമ്പിൽ. അതായത് പൊതു ഇടങ്ങളിൽ വെച്ച് നിങ്ങളുടെ ആത്മീക കാഴ്ചപ്പാടുകളും നിങ്ങൾ മുറുകെ പിടിച്ചതായ മൂല്യങ്ങളും ഒരിക്കലും അത് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് നിങ്ങൾ തയ്യാറാകരുത്. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ നാം നമ്മുടെ മൂല്യങ്ങൾക്കും നാം നമ്മുടെ സ്റ്റാൻഡിനും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായ സാഹചര്യങ്ങളൊക്കെ കടന്നു വരും. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളും പെട്ടെന്ന് വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യുവാനായിട്ട് അടുത്തതായിട്ട് ഒരിക്കലും പൊതു ഇടങ്ങളിൽ വെച്ച് നാം നമ്മുടെ ആത്മീക നേതൃത്വത്തെ വിമർശിക്കരുത്. ദൈവജനം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവദാസന്മാർ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഗതിയാണ്, നാം പൊതു ഇടങ്ങളിൽ വെച്ച് നമ്മുടെ ആത്മീക നേതൃത്വത്തെ വിമർശിക്കുവാനായിട്ട് തുനിയരുത്. അങ്ങനെ തുനിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ ആത്മീക ജീവിതത്തിന് തന്നെ ചോദ്യചിഹ്നമായി തീരും എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത് നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങളുടെ ആത്മീക നേതൃത്വങ്ങൾ എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് തന്ന നേതൃത്വമാണ്, ആത്മീക നേതൃത്വമാണ് എന്ന് ആദ്യം തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക. അവരുമായിട്ടുള്ളതായ ചർച്ചകൾ, അവരുമായിട്ടുള്ളതായ ഉപദേശ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശ പിശകുകൾ, വാദങ്ങൾ എന്നിവ പൊതു ഇടങ്ങളിൽ വെച്ച് ചർച്ച ചെയ്യുവാൻ ദൈവജനം തയ്യാറാകരുത്. നേതൃത്വങ്ങളെ വിമർശിക്കുക എന്നത് ഒരു വലിയ കാര്യമായിട്ടൊന്നും ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ തോന്നത്തില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീതിയായിരിക്കത്തില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ്. നോക്കുക, നമ്മുടെ ആത്മീക നേതൃത്വങ്ങളെ ഒരിക്കലും പൊതു ഇടങ്ങളിൽ വെച്ച് വിമർശിക്കുവാൻ നാം തയ്യാറാകരുത്. ഒരിക്കലും നാം ഒരു സംശയത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അലംഭാവത്തിൻ്റെതായ വാക്കുകൾ പറയുവാൻ നാം തയ്യാറാകരുത് എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ വേറൊരു കാര്യമാണ്, മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുക. പലപ്പോഴും ദൈവദാസന്മാരുടെ ഇടയിലും ദൈവജനത്തിൻ്റെ ഇടയിലും കാണപ്പെടുന്നതായ ഒരു സ്വഭാവ വൈകൃതമെന്ന് തന്നെ പറയാവുന്ന ഒന്ന് ആണ് മറ്റുള്ളവരെ വളരെ പുച്ഛത്തോട് കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പുച്ഛത്തോടെ പെരുമാറുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. മറ്റുള്ളവരോട് പുച്ഛഭാവത്തോടെ പെരുമാറുമ്പോൾ അത് നമ്മുടെ ഹൃദയ നിലവാരത്തെ വെളിപ്പെടുത്തുന്നു എന്ന്
നാം മനസ്സിലാക്കുക. നമ്മുടെ ചില മനോഭാവങ്ങൾ നാം ഒരിക്കലും പൊതുജനത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. നാം മറ്റുള്ളവരുടെ പെരുമാറുന്നത് വളരെ ബുദ്ധിപൂർവവും വളരെ അന്തസ്സോടെ ആയിരിക്കണമെന്ന് ആണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെട്ടത്, മറ്റുള്ളവരെ ഒരു പുച്ഛഭാവത്തോടെ തള്ളിക്കളയുന്നതായ ഒരു ഭാവം ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. നാം മറ്റുള്ളവരെ ആദരിക്കുവാനും മറ്റുള്ളവരെ അഭിനന്ദിക്കുവാനും നാം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലാഞ്ഞാൽ നാം പുച്ഛഭാവത്തോടുകൂടെ മറ്റുള്ളവർക്ക് മുമ്പിൽ പെരുമാറുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ചോദ്യചിഹ്നമായി തീരുമെന്ന് മനസ്സിലാക്കുക. വേറൊരു കാര്യമെന്ന് പറയുന്നത് നാം അപവാദങ്ങൾക്ക് കീഴ്പ്പെടരുത് എന്നുള്ളതാണ്. പലരും അപവാദങ്ങൾക്ക് കീഴ്പ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ കീഴ്പ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? പൊതുജനം നമ്മുടെ സ്വഭാവ വൈകൃതം മനസ്സിലാക്കുകയും അവരുടെ ഇടയിൽ നമുക്കുള്ളതായ സ്വീകാര്യത കുറഞ്ഞു പോകുവാനും ഇടയായിത്തീരും. അപവാദ പ്രചരണം എന്നത് വളരെ അപകടം പിടിച്ചതായ ഒന്നാണ്. 2 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നാം വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുകയും നാം ശ്രദ്ധയോടുകൂടെ അതിനെ പഠിക്കുകയും ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ വളരെ ആവശ്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അപവാദ പ്രചരണമെന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതായിരിക്കുന്നതായ ഒരു സംഗതിയാണ്. അത് വളരെയധികം ദോഷം ദൈവജനത്തിൻ്റെ ഇടയിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഓർക്കുക, അപവാദ പ്രചരണത്തിലൂടെ ഒരാൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ സ്വഭാവത്തെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്വഭാവ വൈകൃതം നമ്മളിൽ ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ആത്മീകമായ അനുസരണക്കേടാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ആത്മീകമായ അനുസരണക്കേട് പൊതുജനത്തിന് പെട്ടെന്ന് മനസ്സിലാകരുത്. അങ്ങനെ മനസ്സിലായാൽ അവർ നിങ്ങളെ തിരസ്കരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആത്മീകമായ അനുസരണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സഭായോഗങ്ങളെ അലക്ഷ്യമായിട്ട് വിചാരിക്കുക, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തുക, ബൈബിൾ വായനയിലും ബൈബിൾ പഠനത്തിലും മുടക്കം വരുത്തുക, അതുപോലെ തന്നെ പലപ്പോഴും വിശ്വാസിക്ക് യോഗ്യമല്ലാത്തതായ രീതിയിലുള്ളതായ പെരുമാറ്റങ്ങൾ, പ്രവർത്തന രീതികൾ, ഇതൊക്കെ ആത്മീക അനുസരണക്കേടാണ്. ഈ ആത്മീക അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പൊതുജനം മനസ്സിലാക്കുവാനും പലരും നമ്മെ വിലയിരുത്തുവാനും ഇടയാകുമെന്നുള്ള കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ദൈവം യോശുവയോട് പറയുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നീ രാവും പകലും ധ്യാനിക്കണമെന്നാണ്. ഒരു ദൈവഭക്തയുടെ ജീവിതത്തിൽ അവൻ എല്ലാ നാളും പഠിക്കേണ്ടതും എല്ലാ നാളും ധ്യാനിക്കേണ്ടതും ഒന്നാണ് ദൈവവചനമെന്ന് പറയുന്നത്. അതിന് വീഴ്ച വരുത്തുമ്പോൾ നാം ആത്മീകമായ അനുസരണക്കേടിലേക്ക് വീണു പോകുന്നു. ദാനിയേലിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യത്തെ, തൻ്റെ സ്വന്തമല്ലാത്ത ദേശത്ത് ഒരു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് താൻ ഒരു വീട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് കൊണ്ട് ഭൗതികമായിട്ട് തനിക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. എന്നാൽ ദാനിയേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അതേ ദാനിയേൽ തന്നെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മുടക്കം വരുന്നതായ സാഹചര്യങ്ങൾ ലോകമൊരുക്കിയിട്ടും തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മുടക്കം വരുത്തുവാൻ അവൻ സമ്മതിച്ചില്ല. ഇന്ന് പകൽക്കാലം നാം എപ്രകാരമാണ് പൊതു ഇടങ്ങളിൽ നാം പെരുമാറുന്നത്
പെട്ടെന്നുണ്ടാകുന്നതായ ദേഷ്യം, എടുത്തു ചാടിയുള്ളതായ മറുപടികൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അത് ചോദ്യചിഹ്നമായി തീരും എന്ന് മനസ്സിലാക്കുക. അതുപോലെ വേറൊന്നായി ഞാൻ പറഞ്ഞത്, നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ മൂല്യങ്ങളും മറ്റുള്ളവയുടെ മുമ്പിൽ അടിയറവ് വെക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീക നേതൃത്വങ്ങളെ വിമർശിക്കുന്നത് പലപ്പോഴും പൊതുയിടങ്ങളിൽ ധാരാളമായി ഈ കാലഘട്ടങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. വിശ്വാസികളായിക്കോട്ടെ ദൈവദാസന്മാരായിക്കോട്ടെ തങ്ങളുടെ ആത്മീക നേതൃത്വങ്ങളെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ആത്മീക നേതൃത്വങ്ങളെ വിമർശിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മീക നേതൃത്വം അത് സ്വയമേ വന്നു ചേർന്നതല്ല. അവരെ ദൈവം നിങ്ങൾക്കായിട്ട് നിയമിച്ചിരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ പുച്ഛഭാവത്തോടെ പെരുമാറുവാൻ നാം തുനിയരുത്. അങ്ങനെ തുനിഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് കോട്ടം വരുത്തുകയും നമ്മുടെ സ്വീകാര്യതയെ കുറയ്ക്കുകയും നമ്മുടെ സാക്ഷ്യം കളങ്കപ്പെടുത്തുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നാം ചെയ്യേണ്ടത്, നമ്മുടെ ആത്മീക നിലവാരവും നമ്മുടെ സാക്ഷ്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കണമെങ്കിൽ നാം നമ്മുടെ പെരുമാറ്റ രീതികളെ നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.